ഹായ് ഓൾ, എന്റെ പേര് രേഷ്മ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പുതിയൊരു സബ്ജക്റ്റ് ആണ്, ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. ഇന്നത്തെ ക്ലാസ്സില് ഈ ഒരു സബ്ജക്റ്റില് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയുള്ള ക്ലാസ്സുകളിലായിട്ട് കവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ഐഡിയ ആണ്, ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്? ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നതിനെയാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അതിലിപ്പോ എന്തൊക്കെ കാര്യങ്ങൾ വരാം, അതിന്റെ മെയിൻ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാവാം, ലീവറേജ്, പോർട്ട്ഫോളിയോ ഇഫക്ട്, ടൈം വാല്യൂ ഓഫ് മണി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ്. ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്ലോബലി ഈ ഫൈനാൻഷ്യൽ ഓപ്പറേഷൻസിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നതിനെയാണ് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ഒരു സബ്ജക്റ്റില് മെയിൻ ആയിട്ട് 4 ബ്ലോക്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ഫൈനാൻസിങ് ഡിസിഷൻസ്, ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. ഇതില് ആദ്യത്തെ യൂണിറ്റില്, അതായത് ആദ്യത്തെ ബ്ലോക്കില് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റില് 3 യൂണിറ്റ് ആണ് വരുന്നത്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഈ ഒരു ടോപ്പിക്, ഈ ഒരു യൂണിറ്റിന്റെ പേര് പോലെ തന്നെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മെയിൻ ആയി നോക്കാൻ പോകുന്നത് എന്താണ് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ അതിൽ വരാൻ പോകുന്ന ചാലഞ്ചസ്, അതായത് പൊളിറ്റിക്കൽ റിസ്കുകൾ, ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ഐഡിയയാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ദെൻ സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം. ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മണി ആയിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് കറൻസി ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, അതായത് കറൻസി എക്സ്ചേഞ്ച്, അവരുടെ ക്യാപിറ്റൽ ഫ്ലോ, ഈ കാര്യങ്ങളൊക്കെ ഗവേൺ ചെയ്യുന്ന ഫ്രെയിംവർക്കിനെയാണ് മോണിറ്ററി സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതിന്റെ ഇവല്യൂഷൻ എങ്ങനെയാണ്, അതിലെ വരുന്ന കീ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെക്കൻഡ് യൂണിറ്റ് നോക്കാൻ പോകുന്നത്. ഇനി തേർഡ് യൂണിറ്റിലേക്ക് വരുമ്പോ ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ്, അതായത് നമ്മുടെ രാജ്യം വേറെ രാജ്യങ്ങളായിട്ട്, ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളായിട്ട് നടത്തുന്ന എല്ലാ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെയും റെക്കോർഡ് ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ അതിൽ വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്, എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ് എന്തൊക്കെയാണ്, അതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 3 കവർ ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 4, അതായത് ബ്ലോക്ക് 2 വരുന്ന സമയത്ത് 4 യൂണിറ്റുകളാണ് വരുന്നത്. അതിലെ ഫസ്റ്റ് യൂണിറ്റ്, യൂണിറ്റ് 4, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ. ഇതിലെ പേര് പോലെ തന്നെ എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, അതുപോലെ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ എക്സ്ചേഞ്ച് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, പിന്നെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഏതൊക്കെയാണ്, അതുപോലെ എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് തിയറീസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ചേഞ്ച് നടക്കുന്ന, അതായത് ട്രേഡിംഗ് നടക്കുന്ന, എക്സ്ചേഞ്ച് റേറ്റുകൾ ഡിറ്റർമിൻ ചെയ്യുന്ന മാർക്കറ്റാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഫോർത്ത് യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർനാഷണൽ ഫൈനാൻസിൽ അല്ലെങ്കിൽ കറൻസി ഫോർകാസ്റ്റിംഗിൽ വരുന്ന പാരിറ്റി കണ്ടീഷൻസിനെ കുറിച്ചിട്ട്, അതായത് കവേർഡ് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി, അതുപോലെ അൺകവേർഡ് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി, പർച്ചേസിംഗ് പവർ പാരിറ്റി, റിയൽ എക്സ്ചേഞ്ച് റേറ്റ്, ഇന്റർനാഷണൽ ഫിഷർ ഇഫക്ട് പോലെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ചാപ്റ്റർ ആണ് യൂണിറ്റ് 5. യൂണിറ്റ് 6 വരുന്ന സമയത്ത് കറൻസി ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്സ് പോലെയുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചിട്ടും ആ കോൺട്രാക്ട്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, അതിലെ പല ഡിഫറൻസുകൾ എന്തൊക്കെയാണ്, ഓരോ കോൺട്രാക്ടുകളും എങ്ങനെയാണ് വരുന്നത് അതിനെ കുറിച്ചിട്ട്, പിന്നെ ഹെഡ്ജിങ് ടെക്നിക്ക് എന്താണ്, സ്പെക്യുലേഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 6 നോക്കാൻ പോകുന്നത്. ദെൻ യൂണിറ്റ് 7 വരുമ്പോ ഇപ്പൊ ഉള്ള കാര്യങ്ങള് യൂണിറ്റ് 6 വരെ നമ്മള് ഈ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചിട്ടും ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു എന്ന് വെച്ചാൽ യൂണിറ്റ് 7 കടക്കുമ്പോൾ ഇവയുമായി ബന്ധപ്പെട്ട് വരുന്ന റിസ്ക് കാര്യങ്ങൾ, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്, അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, പൊളിറ്റിക്കൽ റിസ്ക്, ഹെഡ്ജിങ് ടെക്നിക്സ്, അതായത് ഈ റിസ്കുകളെയൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അപ്പൊ മനസ്സിലാക്കാൻ കഴിയുക, അവ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക, ഈ കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 7 നമ്മൾ നോക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ബ്ലോക്ക്
ത്രീയില് വരുന്നത് ഇന്റർനാഷണൽ ഫൈനാൻസിങ് ഡിസിഷൻസിൽ 3 യൂണിറ്റ് ആണ് വരുന്നത്. ഒന്ന് റേസിംഗ് ഫണ്ട്സ് ഫ്രം ഇന്റർനാഷണൽ മാർക്കറ്റ്സ്, രണ്ടാമത്തത് ഫൈനാൻസിങ് ഫോറിൻ ട്രേഡ്, മൂന്നാമത്തത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് മൾട്ടിനാഷണൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോ യൂണിറ്റ് 8 വരുന്ന ഇത്രയും ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കും? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്താണ് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൽ വരുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ്, റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി ഈ ഒരു തേർഡ് ബ്ലോക്കിലേക്ക് വരുമ്പോ അതിലെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റ്സ് എങ്ങനെയാണ് ഫണ്ട്സ് റേസ് ചെയ്യുന്നത്, അതിൽ എന്താണ് ഗ്ലോബൽ ക്യാപിറ്റൽ മാർക്കറ്റ്, എന്തൊക്കെയാണ് ഇക്വിറ്റി ഫൈനാൻസിങ്, അതിലെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്താണ്, ക്രോസ് ഡ്യുവൽ ലിസ്റ്റിംഗ്സ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. അതേപോലെ ഡെപ്റ്റ് ഫിനാൻസിങ്, കോസ്റ്റ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്, ഇങ്ങനെയാണ് കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് പ്രോപ്പർ ആയിട്ട് റിസ്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുക. അതുപോലെ റെഗുലർ, അതായത് ലീഗൽ ഫ്രെയിംവർക്സ്, റെഗുലേറ്ററി കംപ്ലൈൻസ്, ഇതിനെ കുറിച്ചിട്ട് എന്തൊക്കെ ലീഗൽ ഫ്രെയിംവർക്സ് ആണ് നമ്മൾ ഓരോ കൺട്രീസും ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ടത്, നാവിഗേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ യൂണിറ്റ് 8 പഠിക്കും. ദെൻ യൂണിറ്റ് 9 വരുന്ന സമയത്ത് ഫൈനാൻസിങ് ഫോറിൻ ട്രേഡ്, അതായത് എന്തൊക്കെ ട്രേഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഫോറിൻ ട്രേഡിനെ പ്രോപ്പർ ആയിട്ട് ഫൈനാൻസ് ചെയ്യുക, അതിൽ എന്തൊക്കെ പേയ്മെന്റ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, റിസ്ക് മാനേജ്മെന്റ് എങ്ങനെയാണ്, എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്ലക്ച്വേഷൻസ് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് മിറ്റിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, എക്സ്പോർട്ട് ഫൈനാൻസിങ് എന്താണ്, ഗവൺമെന്റ് സപ്പോർട്ട്, ഗവൺമെന്റ് ഈ ഒരു ഇന്റർനാഷണൽ ട്രേഡിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന എന്തൊക്കെ കാര്യങ്ങൾ, പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, ഏജൻസീസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ യൂണിറ്റ് 9 പഠിക്കും. ദെൻ യൂണിറ്റ് 10 വരുമ്പോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് മൾട്ടിനാഷണൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഈ ഒരു കാര്യത്തില് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ കാൽക്കുലേഷൻ, അതുപോലെ ഇക്വിറ്റി ഡെബിറ്റും കൂടി ചേർന്നിട്ട് അതെങ്ങനെ ടോട്ടൽ ആയിട്ട് വെയ്റ്റഡ് ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാൻ, ആ കാര്യങ്ങള്, അതുപോലെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഈ അതായത് ഇപ്പോ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്, പൊളിറ്റിക്കൽ റിസ്ക്, മാർക്കറ്റ് കണ്ടീഷൻസ്, ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ട് റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച്, അതുപോലെ ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് എന്താണ് ഇതിന്റെയൊക്കെ ബെനിഫിറ്റ്സ്, ഈ ഇൻവെസ്റ്റ്മെന്റ്സ് സ്പ്രെഡ് ചെയ്ത് പല പല കൺട്രീസിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് വഴിയുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ടാക്സ് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്, അതായത് ഓരോ കൺട്രീസിലും ടാക്സ് ഓരോ ഡിഫറൻസ് ആയിട്ടായിരിക്കും, അതായത് ഇന്ത്യയിലുള്ള പോലെ ആയിരിക്കില്ല വേറെ സ്ഥലത്ത്. അപ്പൊ ഓരോ കൺട്രീസിലെയും ടാക്സിന്റെ ഡിഫറൻസ് എത്രത്തോളം ഇമ്പാക്ട് കൊണ്ടുവരുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂണിറ്റ് 10 പഠിക്കും. ബ്ലോക്ക് 4 ലാസ്റ്റ് ബ്ലോക്കില് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, അതായത് നമ്മള് ആദ്യം ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ്, അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്തൊക്കെയാണ്, അതുപോലെ എന്താണ് ഇന്റർനാഷണൽ ഫൈനാൻസിങ് ഡിസിഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി. ഇനി നമ്മൾ ലാസ്റ്റ് ബ്ലോക്കിൽ പഠിക്കുക എന്താണ് ഇൻവെസ്റ്റ്മെന്റ്, ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എന്തൊക്കെയാണ്, ഇന്റർനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിനെ കുറിച്ചിട്ട്, ഫോറിൻ മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഇന്റർനാഷണൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ അസറ്റ് പ്രൈസിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് ബ്ലോക്ക് 4 പഠിക്കുക. ഈ ബ്ലോക്ക് 4 ഫസ്റ്റ് യൂണിറ്റ്, അതായത് യൂണിറ്റ് 11 ഇന്റർനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണ്, പ്രോജക്ട് ഇവാലുവേഷൻ എങ്ങനെയാണ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്, അതായത് ഇൻഫ്ലോസ് ഔട്ട്ഫ്ലോസ് ഒക്കെ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, റിസ്ക് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, അതുപോലെ ഡിസ്കൗണ്ട് പ്രൈസ് എന്താണ്, ഡിസിഷൻ ക്രൈറ്റീരിയ എന്താണ്, ഇങ്ങനെ ഇന്റർനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 11 നമ്മൾ പഠിക്കുക. ദെൻ യൂണിറ്റ് 12 വരുന്ന സമയത്ത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഫോർ മൾട്ടിനാഷണൽ കമ്പനീസ്, MNCസിൽ എങ്ങനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുക, അതായത് ഇൻവെന്ററി മാനേജ്മെന്റ്, ക്യാഷ് മാനേജ്മെന്റ്, കറൻസി റിസ്ക് മാനേജ്മെന്റ്, റിസീവബിൾസ് മാനേജ്മെന്റ്, പേയബിൾസ് മാനേജ്മെന്റ്, അതായത് MNCസുമായിട്ട് ബന്ധപ്പെട്ട വർക്കിംഗ് ക്യാപിറ്റൽസിന്റെ മാനേജ്മെന്റ്, ആ കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ യൂണിറ്റ് 12 പഠിക്കുക. ദെൻ യൂണിറ്റ് 13 വരുമ്പോ ഫോറിൻ മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജീസ്, എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ടാണ് ഫോറിൻ മാർക്കറ്റിലെ എൻട്രി, അതുപോലെ കൺട്രി റിസ്ക് മാനേജ്മെന്റ് എന്തൊക്കെ, എൻട്രി മോഡ്സിനെ കുറിച്ചിട്ട്, അതിപ്പോ എക്സ്പോർട്ടിംഗ്, ലൈസൻസിങ്, ജോയിന്റ് വെഞ്ചേഴ്സ്, ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, എൻട്രി മോഡ്സ് എന്തൊക്കെയാണ്, അതുപോലെ മാർക്കറ്റ് അനാലിസിസ്, എത്രത്തോളം മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഉണ്ട്, കോമ്പറ്റീഷൻസ് നമുക്ക് എത്രത്തോളം കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്, കോമ്പറ്റീഷൻസ് ഏതൊക്കെയാണ്, എൻട്രി ബാരിയേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് അനാലിസിസ് നടക്കുക. അതുപോലെ റിസ്ക് അസസ്മെന്റ്, അതായത് എന്തൊക്കെ എക്കണോമിക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റിസ്കുകൾ ഉണ്ട് അത് പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടും,
സ്ട്രാറ്റജിക് അലയൻസ് ആരൊക്കെ ആയിട്ട് പാർട്ട്ണർഷിപ്പ് ആണ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ, അങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെ ഫോറിൻ മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജീസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും അവിടെ വരുന്ന റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യാം, എന്തൊക്കെ സ്ട്രാറ്റജീസ് കൊണ്ടുവരാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 13 പഠിക്കാം. ഇനി ലാസ്റ്റ് യൂണിറ്റ് വരുമ്പോ ഈ 3 യൂണിറ്റുകളിലായിട്ട് നമ്മൾ ആ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്തൊക്കെയാണ്, അവിടെ വരുന്ന ലീഗൽ മെഷേഴ്സ്, ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ലാസ്റ്റ് യൂണിറ്റ് വരുന്ന സമയത്ത് ഇന്റർനാഷണൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ ഇന്റർനാഷണൽ അസറ്റ് പ്രൈസ്, അതായത് ഡൈവേഴ്സിഫിക്കേഷൻ, പിന്നെ ഇന്റർനാഷണൽ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ്ങിനെ കുറിച്ചിട്ട്, അതെങ്ങനെ ആ ഒരു മോഡലിനെ കുറിച്ചിട്ട്, റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അസറ്റ് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുക, അതുപോലെ പെർഫോമൻസ് മെഷർമെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട്, അതായത് ഫൈനൽ സ്റ്റേജിൽ ഇന്റർനാഷണൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ടും അസറ്റ് പ്രൈസിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ യൂണിറ്റ് 14 പഠിക്കുക. അപ്പൊ ഈ 14 യൂണിറ്റുകളിലായിട്ട് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ സ്ട്രക്ചർ ആണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, എന്താണ് അതിന്റെ യൂസേജ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത്, ഇമ്പാക്ട് എന്തൊക്കെയാണ്, ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും, അതുപോലെ എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും, അത് ഓരോ ഘട്ടങ്ങളിലും വരുന്ന റിസ്ക് ഫാക്ടേഴ്സ്, അതുപോലെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് എങ്ങനെ ഉണ്ടാക്കാം, എന്തൊക്കെ സ്ട്രാറ്റജിക് അലയൻസ് നമുക്ക് ബെറ്റർ ആവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സബ്ജക്റ്റില് മെയിൻ ആയി പഠിക്കും. അതായത് ഗ്ലോബലി ഈ ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റുമായി ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിപ്പോ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആയിക്കോട്ടെ, ഗ്ലോബൽ മാർക്കറ്റ്സിനെ കുറിച്ചിട്ടായിക്കോട്ടെ, എങ്ങനെയാണ് അസറ്റ് പ്രൈസിങ് നടത്തുന്നത്, അതുപോലെ എങ്ങനെയാണ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നത്, റിസ്ക് ഫാക്ടേഴ്സ് എങ്ങനെ മാനേജ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ മെയിൻ ആയിട്ട് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഈ ഒരു ഈ സബ്ജക്റ്റുമായി ബേസ് ചെയ്തിട്ടുള്ള ഓരോ യൂണിറ്റുകളും പ്രോപ്പർ ആയി ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്തു പോകും. ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് മെയിൻ നമ്മൾ എന്താണ് ഇനി ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുക എന്നുള്ളതിന്റെ ഒരു ബ്രീഫ് ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നെക്സ്റ്റ് വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റുമായിട്ട് മുന്നോട്ട് പോകാം. അതായത് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻട്രൊഡക്ഷൻ യൂണിറ്റ് 1 എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ അതിന്റെ മെയിൻ ഡെഫിനിഷൻ എന്താണ്, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇമ്പാക്ട് എന്തൊക്കെയാണെന്നൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അതുപോലെ ഇതിലെ മെയിൻ കാര്യങ്ങൾ, ഇതിനെ കുറച്ചും കൂടി നമുക്ക് റെഫറൻസ് നോക്കാൻ വേണ്ടിയിട്ട് ഈ 3 ബുക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഈ ഒരു സബ്ജക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്, ഇനിയുള്ള ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ, അതായത് യൂണിറ്റ് 1 അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.